ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിലെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ ഫ്രണ്ട്സ്. അങ്ങനെ നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്ന പ്രൊമോ എന്ന് പറയുന്നത് അഞ്ജലിനെ ഭയങ്കരമായിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്ന ശ്യാമളാട്ടോ. ആരും അവിടേക്ക് വരുന്നുണ്ട്, എന്താ അമ്മായി എന്തിനാ അഞ്ജലിനെ അടിക്കണതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അപ്പോഴും ശ്യാമള അടി നിർത്തണമെന്നില്ല കേട്ടോ, ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അഞ്ജലീന. അപ്പോഴേക്കും അവിടേക്ക് വരുന്നുണ്ട് നമ്മുടെ ശിവരാമ. പച്ചക്കറിയൊക്കെ മേടിക്കാൻ വേണ്ടി മാർക്കറ്റിൽ പോയതാണ്. തിരിച്ചു വരുമ്പോൾ കാണുന്ന കാഴ്ച അഞ്ജലിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറയുന്നും തിരിഞ്ഞും ഒക്കെ കയ്യിലും കാലിലും മുതുകിലൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശ്യാമള. എടി ശ്യാമള, നീ എന്തി കാണിക്കണത്? എടി എന്താ നിനക്ക് സംഭവിച്ചത്? എന്താടി പറ്റിയത്? നീ എന്തിനാ അഞ്ജലിനെ അടിക്കണത്? എടി ശ്യാമളെ, കാര്യം പറയടി. നമ്മുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചു ശിവരാമേട്ട. ഈ ഒരുമ്പിട്ടവള് ഈ നമ്മുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചു. ഈ കുരുത്തം കെട്ടവള് അനുപമേനെ പോലെ ഇവളും ഒളിച്ചോടി പോയി വിവാഹം കഴിച്ചിരിക്കുക ആരൊക്കെയോ. നീ എന്തൊക്കെയാണ് ശ്യാമളി പറയണത്? ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് ശിവരാമേട്ട. ഇവളുടെ വിവാഹം കഴിഞ്ഞു, അവളുടെ കഴുത്തിൽ കിടക്കുന്ന ആ താലി കണ്ടില്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിക്കുമ്പോഴേക്കും നമ്മുടെ ശിവരാമൻ പറയുന്നുണ്ട്, മോളെ അഞ്ജലി, എന്തൊക്കെയാണ് നിൻ്റെ ഈ അമ്മ പറയണത്? നിൻ്റെ അമ്മക്ക് വട്ടാ മോളെ, നീ അതൊന്നും ആലോചിക്കണ്ട കേട്ടോ. നീ അതിനോർത്ത് ടെൻഷൻ ആവണ്ട കേട്ടോ. അച്ഛനറിയാം എൻ്റെ മോൾ അങ്ങനെ ഒന്നും ചെയ്യില്ലെന്ന്. അച്ഛനെ അമ്മേനെ ഓർക്കാതെ എൻ്റെ മോൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു മോളെ? മോള് കളിക്കെന്തോ സംഭവം കഴുത്തിൽ കെട്ടിത്തൂക്കി നടക്കുകയല്ലേ, ഇതെന്തിങ്ങനെ മോളുടെ കഴുത്തിൽ വന്നു? മോൾക്കിത് താലിയാണെന്ന് അറിയില്ലായിരുന്നോ? എന്തു പറ്റി മോളെ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അച്ഛാ അത് ഞാൻ എന്ന് പറയുമ്പോൾ ശ്യാമള പറയണ്ടേ, ശിവരാമേട്ട നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? മോളെക്കുറിച്ചുള്ള വിശ്വാസം കൂടി കൂടി സ്ഥിരബോധം ഇല്ലാതായോ? നിങ്ങളുടെ മോളുടെ വിവാഹം കഴിഞ്ഞു, അവൾ മിണ്ടാതിരിക്കുന്നത് കണ്ടില്ലേ? വിവാഹം കഴിഞ്ഞിട്ട് അവൾ മിണ്ടാതിരിക്കുവാണ്. മോളെ, ഈ നിൻ്റെ അമ്മ എന്തൊക്കെയാണ് പറഞ്ഞത്? നിൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന്. അത് ഈ അച്ഛനും അമ്മയും അറിയാതെയോ? അതും എൻ്റെ അഞ്ജലി മോളുടെ. ദേ ശ്യാമളെ, ദേ വെറുതെ ഇല്ലാത്തത് പറയല്ലേ. അനുപമയല്ല അഞ്ജലി, നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ മോള് എന്നൊക്കെ പറയുമ്പോൾ അതെ, ആ വിശ്വാസം അവൾ തെറ്റിച്ചു എന്ന് ആണ് ഞാൻ പറഞ്ഞത്. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല, ഒരിക്കലും ഇത് വിശ്വസിക്കില്ല. മോളെ പറ മോളെ, നിൻ്റെ വിവാഹം കഴിഞ്ഞോ? പറ മോളെ, നിൻ്റെ വിവാഹം കഴിഞ്ഞോ എന്ന് ശിവരാമ മാറി മാറി ചോദിക്കുമ്പോൾ അഞ്ജലി പറ്റിപ്പോയച്ച സാഹചര്യത്തിൽ ചെയ്തു പോയതാണച്ച എന്ന് പറയാണ്. നീ എന്താ മോളെ പറഞ്ഞത്? ചെയ്തു പോയതാണ്, പറ്റിപ്പോയതാണെന്നോ? എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എൻ്റെ മോൾക്ക് ഒരിക്കലും അങ്ങനെ ആവാൻ സാധിക്കില്ല. എൻ്റെ മോളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല. എൻ്റെ മോൾ ഒരിക്കലും ഞങ്ങളെ പറ്റിക്കില്ല. ഇല്ല, മോളിത് വെറുതെ പറയാ. ഇന്നതടി ഏപ്രിൽ ഫൂൾ ആണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അമ്മാവാ എന്ന് പറഞ്ഞിട്ട് ആരെയും കരയാട്ടോ. ഈശ്വര, ഞാൻ ഈ മനുഷ്യനെ എങ്ങനെയാണ് പറഞ്ഞത് മനസ്സിലാക്കുക? മനുഷ്യ, ഇവളുടെ വിവാഹം കഴിഞ്ഞു എന്ന് പറയുമ്പോഴേക്കും ശിവരാമ അകത്തേക്ക് കയറി ഇങ്ങനെ ഇരിക്കുക കേട്ടോ, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അഞ്ജലിനെ വീണ്ടും അടിച്ചുകൊണ്ടിരിക്കണ അവൾ ശ്യാമള. എന്നാലോടി ഒരുമ്പിട്ടവളെ, നീ നശിപ്പിച്ചിലൂടി ഈ കുടുംബം നീ തീർത്തല്ലോടി. നിന്നെക്കുറിച്ചുള്ള പ്രതീക്ഷകളായിരുന്നോടി ഈ കുടുംബത്തിലെല്ലാവർക്കും. അഞ്ജലി എന്ന് പറയുമ്പോഴേക്കും എല്ലാവർക്കും തലയിലെടുത്ത് വെക്കുമല്ലായിരുന്നോടി. നിൻ്റെ അച്ഛൻ്റെ ജീവനും ജീവിതവും എല്ലാം നീ ആയിരുന്നില്ലേടി. എന്നിട്ട് നീയും നിൻ്റെ ചേച്ചിയെ പോലെ ഇങ്ങനെ ചെയ്തല്ലോടി എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജലിനെ അടിച്ച് കരഞ്ഞോണ്ട് നെഞ്ചത്തടിച്ച് കരയാണ് ശ്യാമള. അമ്മേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിർത്തടി. അമ്മയെന്നോ? ആരാടി നിൻ്റെ അമ്മ? ആരാടി നിൻ്റെ അച്ഛൻ? അനുപമനോട് ഇവിടെ നിന്ന് എങ്ങനെയാണോ പടിയിറക്കി പിണ്ടം വെച്ചത്, അതുപോലെ അഞ്ജലി എന്ന് പറഞ്ഞ മകളും ഞങ്ങൾക്കിനി ഇല്ല. നിന്നെ ഞങ്ങൾ പടിയിറക്കി പിണ്ടം വെച്ചു, ഇനി നീ എന്ന മകൾ ഞങ്ങൾക്കിനി ഇല്ല എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ അഞ്ജലി, ഞാനത് പറഞ്ഞോട്ടെ അമ്മേ എന്ന് പറയാണ്. നീ ഒന്നും പറയടി, എന്നെ അമ്മ എന്ന് വിളിക്കേണ്ടതല്ലേ പറഞ്ഞത്? അകത്ത് കയറി പോയ മനുഷ്യൻ നിൻ്റെ അച്ഛനും അല്ല, ഞാൻ നിൻ്റെ അമ്മയുമല്ല, കേട്ടല്ലോ എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും അഞ്ജലി അമ്മേ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശ്യാമളയും അകത്ത് പോയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടോ. അവരുടെ വിചാരം ശിവരാമൻ അകത്ത് പോയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അവരുടെ വിചാരം കേട്ടോ. അപ്പോൾ ശിവരാമൻ മനസ്സ് തുറന്നിട്ട് കരയട്ടെ എന്ന് അവരും വിചാരിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാഘവനുണ്ണിനെയാണ്. രാഘവനുണ്ണി നടന്ന കാര്യങ്ങളൊക്കെ ഹരി വക്കീലിനെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹരി അങ്ങനെ വീട്ടിലേക്ക് വരുന്നുണ്ട് കാണാനായിട്ട്. രാഘവൻ, സാർ ഈ കേട്ടതും കണ്ടതൊക്കെ സത്യമാണോ സാർ എന്ന് ചോദിക്കുമ്പോൾ സത്യമാണ് എന്ന് പറയാണ്. സാർ ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക സാർ? അഞ്ജലി നമുക്കൊക്കെ ഒരു തലവേദന ആയല്ലോ സാർ എന്ന് പറയുമ്പോൾ അതേടോ, അവൾ നമുക്കൊക്കെ ഒരു തലവേദനയായി, മുട്ടൻ തലവേദന എന്നിങ്ങനെ പറയാണ്. ഇനിയിപ്പോൾ നമ്മൾ എന്താ സാർ ചെയ്യുക എന്ന് ചോദിക്കുമ്പോഴേക്കും ഒരു കാര്യം ചെയ്യാം, ആ തലവേദനയുടെ തല നമുക്കങ്ങോട്ട് എടുത്ത് മാറ്റാം. അഞ്ജലി നമ്മൾ ആരെയും ജീവിക്കാൻ സമ്മതിക്കുമെന്ന് തോന്നണില്ല. അങ്ങനെയാണെങ്കിൽ ആ അഞ്ജലി എന്ന് പറഞ്ഞ തലവേദന അവൾ നമുക്കങ്ങോട്ട് തീർക്കാം. ഇത്രയും നാൾ പോട്ടേ എന്ന് വെച്ചു. സാർ ഞാനൊരു കാര്യം ചെയ്യാം, ആ അഞ്ജലിയുടെ വീട് വരെ പോയിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വേണ്ട, ഇനി താൻ പോകണ്ട, എനിക്കറിയാം
എനിക്കറിയാം നേരിട്ട് പോകാനായിട്ട്. എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം സർ. സാർ നേരിട്ട് ആ രാജാജി നഗറിലേക്ക് പോകാൻ വേണ്ടി പോവാണോ? പോകാതെ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഞാൻ നേരിട്ട് ആ രാജാജി നഗറിലേക്ക് പോകാൻ വേണ്ടി തന്നെ പോകുകയാണ്. അവിടെ പോയിട്ട് ഞാൻ എന്താ ചെയ്യാം, തന്നെ ഞാൻ വിവരങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അറിയിച്ചോളാം. ശരി സർ, എന്നാൽ സാർ പോയിട്ട് വാ എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ രാഘവനുണ്ണി രാജാജി നഗറിലേക്ക് ആദ്യമായിട്ട് പോവാണ്. അങ്ങനെ രാഘവന് പോയപ്പോൾ ഇങ്ങനെ അവിടെ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ആര്യാണെന്നുണ്ടെങ്കിൽ എന്തോ ആവശ്യത്തിന് ഉമ്മറത്തേക്ക് വരുമ്പോഴാണ് ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. നോക്കുമ്പോൾ നമ്മുടെ ശിവരാമൻ മുകളിൽ ഇങ്ങനെ കിടന്ന് ആടുവാട്ട്, അതായത് കെട്ടിത്തൂങ്ങി ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ചിട്ട് കാലിങ്ങനെ മരണവിപ്രാളത്തിൽ കാലിങ്ങനെ ആടില്ലേ, അപ്പം ഈ കാല് മാത്രം ഇങ്ങനെ കാണുന്നില്ല. അപ്പോൾ ഇപ്പോഴേക്കും വേഗം ആര്യ അമ്മായി അമ്മായി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. വേഗം തന്നെ ശ്യാമള ഓടി വരുന്നുണ്ട്. അമ്മായി നോക്കിക്കേ എന്ന് പറഞ്ഞിട്ട് ശിവരാമനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ശിവരാമൻ ഇങ്ങനെ കെട്ടിത്തൂങ്ങി ഇങ്ങനെ കിടന്ന് ആടുവാണ്. അതായത് മരിച്ചിട്ടില്ല, ഇങ്ങനെ മരിക്കാനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ അയ്യോ ശിവരാമേട്ടാന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ശിവരാമൻ്റെ കാലിങ്ങനെ പിടിച്ചിങ്ങനെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതായത് പൊങ്ങി നിൽക്കാൻ സപ്പോർട്ട് എടുക്കുന്നുണ്ട്. അതായത് ശ്വാസം കിട്ടാൻ വേണ്ടി സപ്പോർട്ട് കൊടുക്കുകയാണ്. അപ്പോഴേക്കും അവിടെയൊക്കെ അഞ്ജലിയും കുഞ്ഞപ്പനും മധുവും എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. അവരെല്ലാവരും കൂടിയിട്ട് വേഗം തന്നെ ശിവരാമനെ ആ ഒരു കെട്ടഴിപ്പിച്ചിട്ട് അവിടെ നിന്ന് ഇറക്കുവാണ്. അപ്പോൾ തന്നെ കുഞ്ഞപ്പൻ്റെ ഓട്ടോറിക്ഷയിൽ ശിവരാമനെ കയറ്റുന്നുണ്ട്. എന്നിട്ട് അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് ചെയ്യണത്. അപ്പോഴും അഞ്ജലിനെ അവരാരും കൂട്ടുന്നില്ല കേട്ടോ. അഞ്ജലി എന്ന് വെച്ചാൽ അവർ ഉപേക്ഷിച്ച പോലെ, അഞ്ജലി തൊടണ്ട, ചത്തുപോയാൽ പോലും നിൻ്റെ അച്ഛനെ നീ തൊട്ടു പോകരുത് എന്ന് പറഞ്ഞിട്ടാണ് ശ്യാമള നമ്മുടെ ശിവരാമനെ ഓട്ടോറിക്ഷയെ കയറ്റി കുഞ്ഞപ്പൻ്റെ കൂടെ പോയത് കേട്ടോ. അങ്ങനെ അവരവിടെ പോണ സമയത്ത് വീട്ടിൽ ആരും തന്നെയില്ല, നമ്മുടെ ആര്യ മാത്രമേ ഉള്ളൂ. തൊട്ടു പിന്നാലെ അഞ്ജലി സ്കൂട്ടി എടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ രാഘവന് വരുമ്പോൾ അവിടെ ആരുമില്ല കേട്ടോ. രാഘവൻ വന്നിട്ട് അതെ ഇവിടെ ആരുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ആര്യ മാത്രമേ ഉള്ളൂ. ആര്യക്കാണെങ്കിൽ രാഘവനെ കാണുമ്പോൾ തന്നെ ടെൻഷൻ ആവുകയാണ്. കാരണം ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് പോവുകയാണ്. എന്നിട്ട് എന്താണ് പെൺകൊച്ചെ ഇവിടെ ആരുമില്ലേ, ആ മഹത്തായ അഡ്വക്കേറ്റ് അഞ്ജലി ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. അവരാരും ഇവിടെ ഇല്ല എന്ന് ആര്യ പറയണ്ടേ. എവിടെ പോയി എല്ലാവരും കൂടി, എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ആര്യ അകത്ത് കയറി പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ശിവരാമൻ രാഘവന് വിചാരിക്കേണ്ടേ ഇതെന്തു പറ്റി, എന്തൊരു വിഷമം പോലെ, ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ, ആൾക്കാരൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ, ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു നാട്ടുകാരോട് ചോദിക്കേണ്ടല്ല, എന്തു പറ്റി, ഇവിടെ എന്താ ആൾക്കാരൊക്കെ കൂടിയിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് രാഘവൻ കേട്ടോ. അപ്പം നാട്ടുകാർ ഒരാൾ പറയുന്നുണ്ട്, അത് നമ്മുടെ വക്കീൽ ശിവരാമൻ വക്കീലില്ലേ, അദ്ദേഹം ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ചു, രക്ഷപ്പെടുമെന്ന് അറിയില്ല, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയേക്കാണ് എല്ലാവരും കൂടി എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും വാട്ട് എന്ന് പറഞ്ഞിട്ട് രാഘവണ്ണിക്കും ആകെ ഷോക്കാവട്ടോ. അവിടെ നിന്നാൽ ശരിയാവരുന്ന് രാഘവണ്ണിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം തന്നെ രാഘവണ്ണി വണ്ടി എടുത്തോണ്ട് നേരെ വീട്ടിലേക്ക് പോവാണ്. പിന്നെ വീട്ടിലുള്ള നമ്മുടെ അനുപമയെടുത്തും പറയുന്നുണ്ട് ഈ കാര്യം. അതായത് നിൻ്റെ അച്ഛൻ ആത്മഹത്യക്ക് ശ്രമിച്ചുകൂടി, നിൻ്റെ അച്ഛൻ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്, എപ്പോൾ വേണമെങ്കിലും മരിക്കുമെന്ന രീതിയിൽ നമ്മുടെ അനുപമയെടുത്തും കാര്യങ്ങളൊക്കെ പറയാണ് രാഘവനുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുറേ ഭാഗങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് ഇപ്പോൾ അഡ്വക്കേറ്റ് അഞ്ജലി പറഞ്ഞ ഈ സീരിയൽ അങ്ങനെ ഒരുപാട് പേര് കാണാറില്ല, എന്ത് പറ്റി, കാരണം എന്താണെന്നുള്ളത് പറയണേ. കാരണം ഒട്ടും തന്നെ ആൾക്കാർ കാണുന്നില്ല എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചോദിച്ചതാട്ടോ. അപ്പോൾ നാളെ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.